ഉടൻ തന്നെ പ്രച്ഛന്നവേഷ മത്സരം ആരംഭിക്കുകയും ഇനിയും ചെസ് നമ്പർ വാങ്ങാത്ത കുട്ടികൾ ഹെൽപ്പ് ഡെസ്ക് 2-ൽ നിന്നും എത്രയും പെട്ടെന്ന് ചെസ് നമ്പർ വാങ്ങേണ്ടതാണ്. മോനെ പേരെന്താണ്? മാത്യു ജെയിംസ്. ആ നമ്പർ അങ്ങ് എടുത്തു കൊടുക്ക്. മാത്തപ്പാ ദേപ്പാ പൈസ വിളിക്കണ്. മാത്തപ്പാ ഇങ്ങ് വാ. ഇവിടെ ഇരുന്നേ. എന്തെണ്ടാ സൂപ്പറായിട്ടില്ല. ഉമ്മ നമ്മുടെ ബാപ്പയുടെ പോലെയില്ലേ? ഇങ്ങോട്ട് വന്നേടാ മോനെ. വേടാ നിന്റെ കാർഡ്. വാടാ നമുക്ക് കളിക്കാൻ പോവാ. ഇവിടെ വാടാ. ഇജ്ജ് സെക്രട്ടറി ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നല്ല വികസനം ഉണ്ട് കേട്ടാ. അത് എൻ്റെ മാത്രം കഴിവല്ല, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ അസോസിയേഷൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നേരെ പഠിച്ചോനെ, ഇപ്പൊ അങ്ങനെ ചപ്പും ചവറൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടില്. അത് രാവിലെ തന്നെ നമ്മുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ വന്ന ചപ്പും ചവറുകളൊക്കെ വാരിക്കൊണ്ടു പോവല്ലേ. അവരൊക്കെ എല്ലാ വീടിന്റെ പടിവാതിലേക്ക് എത്തി ഓരോ വേസ്റ്റും കൈയോടെ എടുത്തുകൊണ്ട് പോവാണ്. അതുകൊണ്ടെന്താ ഒരൊറ്റ പുറമ്പോക്ക് പ്രദേശത്ത് ഒരൊറ്റ കോണി പോലും ഇന്ന് വേസ്റ്റ് ഇല്ല. നമ്മുടെ നാട്ടിലെ കുടുംബശ്രീയിലെ സ്ത്രീകൾ നല്ലൊരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. പിന്നെ റോഡിലെ കുഴി. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും റോഡിൽ കുഴി ഉണ്ടാ? കുഴികളൊക്കെ ഇന്ന് കട്ട വിരിച്ച് ബലവത്താക്കില്ലേ. അതുകൊണ്ട് എന്താ മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പോലും കെട്ടിക്കിടക്കില്ല, കുഴിയില്ല. അതുകൊണ്ട് എന്താ കുഴിയിൽ വീണ് കാലൊടിഞ്ഞ് പിരിവെടുക്കേണ്ട അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലില്ല. പിന്നെ ഈ സ്വയം തൊഴിലില്ലേ, ഇവിടെ ഇപ്പൊ തൊഴിലില്ലാത്ത ഏതെങ്കിലും ചെറുപ്പക്കാര് ഈ നാട്ടിലുണ്ടാവും. എല്ലാവർക്കും തൊഴിലായി. നമ്മൾ അതിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി വൻ വിജയായി. പിന്നെ അതുപോലെ നമ്മുടെ വീടുകളിലെ മലിനജലം അത് നമ്മൾ പോലും അറിയാതെ ഓവുകളിലൂടെ ഒഴുക്കി കാനകളിലൂടെ പുറത്തേക്ക് കളയണം. ഒരു മണം പോലും അടിക്കണില്ലല്ലോ. ഇത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു നാട്. അത് ശരിയാട്ടാ, ഒരു കൊതുപോലല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടില്. ഇനി നന്നാവേണ്ടത് മനുഷ്യരുടെ മനസ്സാണ്. മനസ്സ് നന്നാവട്ടെ. ബൈബിളും ഗീതയും ഖുറാനും എല്ലാം പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനാണ്, അല്ലാതെ പരസ്പരം വെറുക്കാനോ തമ്മിൽ തല്ലിച്ചാകാനോ അല്ല. ഇനി വേണ്ടത് മനസ്സിന്റെ ഒരു വികസനമാണ്. മനുഷ്യന്റെ സങ്കുചിതമായ മാനസിക കാഴ്ചപ്പാടുകളെ ഉന്മൂലനം ചെയ്ത് ഓവുകൾ വഴി കാനകളിലേക്ക് ഒഴുക്കിക്കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പരിഷ്കാരികൾ എന്ന് സ്വയം നടിക്കുന്നവരുടെ വികലമായ ചിന്താധാരകളെ, സമൂഹത്തിൽ കരിനിഴൽ വീഴ്ത്തുന്ന ബുദ്ധി മാലിന്യങ്ങളെ ചവിറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു തള്ളിയാൽ മാത്രമേ വികസനം എന്നത് അക്ഷരാർത്ഥത്തിൽ വിജയത്തിലെത്തൂ. ഇനിയുള്ള തലമുറ ഇവരെ കണ്ടുപിടിക്കട്ടെ. ആ ചിന്താഗതിയിലേക്ക് എല്ലാവരും വരണം. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാവണം. ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും ഒക്കെ ഒരൊറ്റ മനസ്സാവട്ടെ. എന്താടാ നീ പിടിച്ചോ, നീ പിടിച്ചോ. മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രച്ഛന്നവേഷ മത്സരം ആരംഭിക്കുകയായി. പേര് തന്നിട്ടുള്ളവർ സ്റ്റേജിന്റെ ബാക്കിലേക്ക് വരും. റബ്ബേ, ഈ വരവ് കാണാൻ തന്നെ എന്ത് രസാ. നമ്മുടെ നാടാകെ ഇതേപോലെ ആയെങ്കില്. അല്ലാ പഠിച്ചോനെ.